ഹലോ ഗൈസ്, നമസ്കാരം. നമ്മൾ അൽസാബത്തിനെ കൊണ്ട് ചെറിയൊരു ട്രിപ്പ് വന്നതാണ് എറണാകുളത്ത്. അപ്പം നമ്മൾ മെട്രോയിൽ ഫസ്റ്റ് ടൈം അൽസാബത്തിനെ കയറ്റാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൾക്ക് മെട്രോ എന്താണ് ഒന്നും അറിയത്തില്ല, പക്ഷെ നമ്മളതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെട്രോ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം പുള്ളിയെ മെട്രോയിൽ കയറ്റാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. മെട്രോ പുള്ളിക്ക് ഇഷ്ടപ്പെടുകയോ ഇല്ലയോ എന്നുള്ളവരും നമുക്ക് നോക്കാം. നമ്മൾ മെട്രോയ്ക്കുള്ളിൽ കയറിയിരിക്കുകയാണ്. പുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ട് മെട്രോയിൽ ഫസ്റ്റ് ടൈം കയറിയപ്പോൾ തന്നെ ഫുള്ള് എ സി അല്ലേ, അപ്പോൾ തണുപ്പും കാര്യങ്ങളും ഒക്കെ കൂടി പുള്ളി ഹാപ്പിയായി. നമുക്ക് ഇരിക്കാനൊന്നും സീറ്റ് കിട്ടിയില്ല, ഭയങ്കര തിരക്കായിരുന്നു മെട്രോയിൽ. പക്ഷേ ആൾ ഹാപ്പി. പുള്ളി ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ട് ആ തണുപ്പങ്ങോട് കടിച്ചപ്പോൾ തന്നെ പുള്ളി അങ്ങ് ഹാപ്പിയായി. ഒരു എ സിയുടെ ഒരു നല്ല കൂളിങ്ങാണ് മെട്രോയ്ക്കകത്ത്. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിയാണ് പുള്ളിയുടെ മുഖത്തൊക്കെ കാണുന്നത്. ഫസ്റ്റ് മെട്രോയിൽ വെളിയിലുള്ള കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് പുള്ളി. അത് കാഴ്ചകളൊക്കെ ഉപരി പുള്ളി മെട്രോയിലുള്ള യാത്ര ആസ്വദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്ക് ആദ്യമായിട്ടാണ് മെട്രോയിൽ കയറാൻ അവസരം കിട്ടിയത്. അവിടെ നിന്ന് നമ്മൾ പോയത് നേരെ മറൈൻ ഡ്രൈവിലേക്കായിരുന്നു, കൊച്ചി. അപ്പോൾ മറൈൻ ഡ്രൈവിൽ പോയിട്ട് പുള്ളിക്ക് അത്രയ്ക്ക് ഹാപ്പിയൊന്നും ആയിട്ടില്ല. എങ്കിലും നമ്മളവിടെ കൊണ്ടുനടന്ന് പുള്ളിയെ എല്ലായിടത്തും ഒന്ന് കായലും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ കായലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ കിടക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി ചെറുതായിട്ടൊന്ന് ഹാപ്പിയായി. എന്നാലും അത്ര മെട്രോയുടെ അത്രയും പുള്ളിക്ക് ഇൻട്രസ്റ്റ് തോന്നിയില്ല. അപ്പോൾ നമുക്കൊരു ഐഡിയ തോന്നി അവിടുത്തെ ബോട്ടിങ്ങിലൊന്ന് പുള്ളിയെ കയറ്റിയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 1-2 ബോട്ടുകളുടെ അടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും 300-400 ഒക്കെ ആയിരുന്നു റേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അപ്പോൾ നമ്മൾ അതിലൂടെ ഒന്ന് ചുറ്റി സഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ ചെറിയൊരു ബോട്ടിങ് സവാരി നമുക്ക് കിട്ടി. അപ്പോൾ അതിൽ 150 രൂപയ്ക്കാണ് 1 മണിക്കൂർ ബോട്ടിങ്ങിന് ഒരാൾക്ക് നമുക്ക് മുടക്ക് വരുന്നത്. അപ്പോൾ ആ ബോട്ടിങ്ങിൽ നമ്മൾ കയറി. നമ്മൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. നമ്മളതിൻ്റെ അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ബോട്ടിങ് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയൊരു സംഭവമാണ് ബോട്ടിങ്. നമ്മൾ ബോട്ടിൽ കയറുമ്പോൾ തന്നെ അതിൻ്റെ ബോട്ടിലുള്ള ആളുകൾ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു എവിടേക്കാണ് നമ്മൾ പോകുന്നതെന്നും മറ്റു കാര്യങ്ങളുമൊക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന INS വിക്രമാദിത്യ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു പഴയ യുദ്ധക്കപ്പലാണ്. അതാണെന്ന് പറഞ്ഞാണ് നമ്മളെ കാണിച്ചു തന്നിരിക്കുന്നത്. പിന്നെ നമ്മളുടെ ഇന്ത്യ ഓയിൽ കോർപ്പറേഷൻ്റെ സംഭവങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാമാണ് അവർ പറഞ്ഞു തന്നിരിക്കുന്നത്. നമുക്കെല്ലാം ഒന്നും ക്ലിയറായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും നമ്മളതൊക്കെ ആസ്വദിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ബോട്ടിങ് ഒരു രസമായിരുന്നു കേട്ടോ. 1 മണിക്കൂർ നേരം കൊണ്ട് ഏതാണ്ട് 150 രൂപയൊക്കെ ഹെഡ് നമുക്ക് ചിലവാകുന്നുള്ളൂ. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു. ഒന്നുമില്ലെങ്കിലും അവിടുത്തെ ഫ്ലാറ്റുകൾ കാര്യങ്ങളൊക്കെ കാണാമായിരുന്നു. പിന്നെ തുടക്കം മുതൽ തന്നെ നമ്മൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതലേക്ക് നമ്മൾ ബോട്ടിൻ്റെ പുറകെ ഒരുപാട് കിളികൾ ഇങ്ങനെ വരുന്നുണ്ട്. എല്ലാ ബോട്ടിൻ്റെ ബാക്ക് ഭാഗത്ത് വന്ന് അവിടെ നിന്ന് മീൻ പിടിക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ സാധനം കാണിച്ചു കൊടുക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അവർ കാണിച്ചു തന്നത് നമ്മളെ മൈബോസൊക്കെ ഷൂട്ട് ചെയ്തത് ദിലീപിൻ്റെ ബോൾഗാട്ടി പാലസ് എന്ന് പറയുന്ന ആ സംഭവങ്ങൾ. അവിടെ ഞങ്ങൾ ചെന്ന ദിവസം അവിടെ എന്തോ ഫംഗ്ഷനോ മാരേജ് ഫംഗ്ഷനാണെന്ന് തോന്നുന്നു, നമുക്ക് ഉറപ്പില്ല. അത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അതിന് അഡീഷണൽ പന്തലുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇട്ടിരിക്കുന്നതാണ് ആ കാണുന്നത്. എൻ്റെ ബാക്കിലാണ് ബോൾഗാട്ടി പാലസ്. യഥാർത്ഥ ഡച്ചുകാർ നിർമ്മിച്ചൊരു പാലസാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് നമ്മളോട് ആ ബോട്ടുകാർ പറഞ്ഞു തന്നത്. അപ്പം അതിൻ്റെ ഒരു ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന യാത്രയിൽ. അങ്ങനെ അൽസാബിത്ത് അതെല്ലാം ആസ്വദിച്ച് അങ്ങനെ യാത്ര തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല രസമുള്ള ഒരു പരിപാടിയാണ് ബോട്ടിങ് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. പിന്നെ നമ്മളുടെ മെട്രോയും ബോട്ടിങ്ങുമാണ് എറണാകുളത്ത് പോയ ട്രിപ്പുകളിൽ അൽസാബിത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവങ്ങൾ. നമ്മുടെ വിക്രമാദിത്യ എന്ന് പറയുന്ന ബോട്ടുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ത്യൻ നേവിയുടെ യുദ്ധക്കപ്പലുകളൊക്കെ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഒരു ഭാഗമാണെന്നാണ് പറയുന്നത്. ഇവിടെയാണ് കപ്പലുകൾ വന്ന് ഓയിൽ ഇത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇതിലൂടെയാണ് പൈപ്പ് ലൈൻ സംവിധാനങ്ങളുമൊക്കെ ആയിട്ടാണ് റിഫൈനറി ആയിട്ട് ഘടിപ്പിച്ചിരിക്കുന്നതെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. നമ്മുടെ പക്ഷികൾ ബോട്ടിൽ വന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, പക്ഷികൾ ബോട്ടിൻ്റെ പുറകെയാണ് നടക്കുന്നതാണ് മീനുകളെ പിടിക്കാനായിട്ട്. അവർ മീൻ പിടിക്കുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഒരുപാടുണ്ട് കേട്ടോ പക്ഷികൾ. പെട്ടെന്ന് തന്നെ അവർ വരുന്നു. ആ ബോട്ടിന് പോകുന്ന ആ ഭാഗത്തു നിന്ന് പെട്ടെന്ന് തന്നെ അവർ വെള്ളത്തിൽ മുങ്ങി മീൻ പിടിക്കുന്നു. നല്ല രസമായിരുന്നു. ബോട്ടിങ്ങിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അൽസാബത്തിന് ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഈ പക്ഷികൾ മീൻ പിടിക്കുന്ന സംഭവമായിരുന്നു കേട്ടോ.
ഭയങ്കര രസമായിരുന്നു അത് കാണാനായിട്ട്. എല്ലാ പക്ഷികളും തന്നെ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ക്യാമറയിൽ അത്ര ക്ലിയറായിട്ട് കിട്ടുന്നില്ലെങ്കിൽ പോലും സംഭവം അടിപൊളിയായിരുന്നു.